പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിച്ച കേരളം ഐതിഹ്യമാണെങ്കിൽ ഗോകർണം മുതൽ കന്യാകുമാരി വരെ ചെങ്കൊടി വീശി കമ്മ്യൂണിസ്റ്റ് കേരളം സൃഷ്ടിച്ച സഖാവ് കൃഷ്ണപിള്ള ചരിത്രമാണ്. കേരളത്തിൽ കൃഷ്ണപിള്ള അറിയാത്ത ഗ്രാമങ്ങളോ പാർട്ടി പ്രവർത്തകരോ ഉണ്ടായിരുന്നില്ല. സഖാവ് കാറ്റുപോലായിരുന്നു. കേരളത്തിൽ എല്ലായിടത്തും പ്രത്യക്ഷപ്പെടുന്ന ഒരു അത്ഭുത മനുഷ്യൻ. സഹന സമര പോരാട്ടങ്ങളുടെ ആൾരൂപമായിരുന്നു സഖാവ്. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് സമരത്തെ ഗൗനിക്കാതിരുന്ന സവർണ തമ്പുരാക്കന്മാരുടെ ബധിരകർണങ്ങൾ തുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് സഖാവ് കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലമണി മുഴക്കിയത്. ഇത് കേട്ട് അരിശമ്പൂണ്ട സവർണ മാടമ്പിമാർ സഖാവിനെ ക്രൂരമായി മർദ്ദിച്ചപ്പോൾ ഇലനക്കി നായർ പുറത്തടിക്കും, ഉശിരുള്ള നായർ മണിയടിക്കുമെന്ന് പറഞ്ഞ് റാൻമൂളികളെ കണക്കറ്റം പരിഹസിച്ചു. ഉപ്പു സത്യാഗ്രഹ സമയത്ത് ബ്രിട്ടീഷുകാർ കൊല്ലാക്കൊല ചെയ്തപ്പോഴും ത്രിവർണ പതാക കൈവിടാതിരുന്ന ചങ്കുറ്റത്തിന്റെ പേരുകൂടിയാണ് സഖാവ് കൃഷ്ണപിള്ള. പാർട്ടി നിരോധിക്കപ്പെട്ട സമയത്ത് ഒളിവിൽ കഴിയുമ്പോൾ 1948 ആഗസ്റ്റ് 19 പാമ്പ് കടിയേറ്റാണ് കൃഷ്ണപിള്ള ഈ ലോകത്തോട് വിട പറയുന്നത്. മരണത്തിലേക്ക് നടന്നെടുക്കുന്ന സമയത്തുപോലും സഖാവ് കരഞ്ഞില്ല. അതുവരെ എഴുതിക്കൊണ്ടിരുന്ന പാർട്ടി റിപ്പോർട്ടിന്റെ കീഴെ അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചു: എന്റെ കണ്ണിൽ ഇരുൾ വ്യാപിച്ചു വരുന്നു, എന്റെ ശരീരമാകെ തളരുകയാണ്, എന്തു സംഭവിക്കുമെന്ന് എനിക്കറിയാം. സഖാക്കളെ, മുന്നോട്ട്, ലാൽ സലാം. ഈ ഭൂമിയിൽ ഇതാ എന്നേക്കുമായി ഞാൻ അവസാനിക്കാൻ പോവുകയാണെന്ന് മനസ്സിലായപ്പോഴും പ്രിയ സഖാക്കളോട് മുന്നോട്ടേക്ക് കുതിക്കാൻ ആഹ്വാനം ചെയ്ത കൃഷ്ണപിള്ളയ്ക്കല്ലാതെ മറ്റാർക്കാണ് സഖാക്കളുടെ സഖാവാകാൻ കഴിയുക?